നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 30 വ്യാഴാഴ്ചയാണ്. ഇന്നലത്തെ വിപണിയിലേക്ക് വന്നാൽ ഒരിക്കൽ കൂടി എല്ലാ വിപണികളും പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റി 26,050 മുകളിലായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈക്ക് അരികിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സെൻസെക്സ് 85,000 എന്ന മാർക്കിന് വളരെ അടുത്തെത്തിയിരിക്കുന്നു. മിഡ് ക്യാപ്പ് ഒരു വർഷത്തെ ഉയർന്ന നിലയിലാണ് ട്രേഡ് ചെയ്യുന്നത്. എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇന്ന് ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഒരു ഇടിവ് തന്നെയാണ് കാണിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലേക്ക് വരാം. ആദ്യം ഇന്നലെ US വിപണിയിൽ ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗ് കഴിഞ്ഞിരുന്നു. 25 ബേസിസ് പോയിന്റ്സ് റേറ്റ് കട്ടും വന്നു കഴിഞ്ഞു. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാര കരാർ അന്തിമഘട്ടത്തിലേക്ക് അടുക്കുന്നതായി ട്രംപ് സ്ഥിരീകരിച്ചു. പ്രധാനമന്ത്രി മോദിയുമായുള്ള ബന്ധം മികച്ചത് എന്ന് അദ്ദേഹം വിളിച്ചു. ഉഭയകക്ഷി വ്യാപാര കരാറിനുള്ള BTA 5 റൗണ്ട് ചർച്ചകൾ പൂർത്തിയാക്കി. താരിഫ് ഇതര തടസ്സങ്ങളാണ് ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം. താരിഫ് പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിച്ചു എന്ന് തന്നെയാണ് ഇത് കാണിക്കുന്നത്. ഏതായാലും ട്രംപിന്റെ പ്രസ്താവനയെ തുടർന്ന് ഇന്ത്യൻ ടെക്സ്റ്റൈൽ, മറൈൻ സ്റ്റോക്കുകൾ കുതിച്ചുയർന്നു കഴിഞ്ഞു. ഏതായാലും ഈ മേഖലകളെ സംബന്ധിച്ച് തികച്ചും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്ത തന്നെയാണിത്. മറ്റൊരു വാർത്തയിലേക്ക്. 2026 സാമ്പത്തിക വർഷത്തിലെ GDP വളർച്ച 7% CA ശ്രീ നാഗേശ്വരൻ പ്രതീക്ഷിക്കുന്നു. ഇത് മുൻപത്തെ 6.3 മുതൽ 6.8% പ്രൊജക്ഷനിലേക്കാൾ കൂടുതലാണ്. ആദായ നികുതി ഇളവുകളും GST നിരക്ക് യുക്തിസഹമാക്കിയതുമാണ് ഇപ്പോൾ നിരക്ക് ഇത്രയധികം വർദ്ധിക്കാൻ കാരണമായത്. ഒന്നാം പാദത്തിലെ GDP വളർച്ച 7.8% അതുതന്നെയാണ് ഇത്രയധികം ആത്മവിശ്വാസം നമുക്ക് കൂട്ടാനുള്ള കാരണവുമായത്. നിലവിലെ സാമ്പത്തിക പരിഷ്കരണ വേഗത തുടർന്നാൽ ഇന്ത്യ ഉടൻ തന്നെ A ക്രെഡിറ്റ് റേറ്റിംഗ് നേടിയേക്കും. 2 ആഴ്ച മുൻപാണ് IMF ഇന്ത്യയുടെ GDP വളർച്ചാ പ്രവചനം 6.4% നിന്ന് 6.6% ഉയർത്തിയത്. മറ്റൊരു വാർത്തയിലേക്ക്. 2025-26 വർഷത്തേക്ക് പഞ്ചസാര അടിസ്ഥാനമാക്കിയുള്ള ഫീഡ് സ്റ്റോക്കിൽ നിന്നുള്ള എത്തനോൾ വിഹിതം ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ 28% കുറച്ചു. കഴിഞ്ഞ വർഷത്തേത് 72% നിന്നാണ് ഇപ്പോൾ 28% കുറച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ഷുഗർ സ്റ്റോക്കുകൾ ഇന്ന് ഫോക്കസിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഷുഗർ സ്റ്റോക്കുകളിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിനാണ് കൂടുതൽ സാധ്യതയുള്ളത്. പ്രത്യേകിച്ച് ബൽറാംപൂർ ചിനി മിൽസ്, EID പാരി, ത്രിവേണി എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഡസ്ട്രീസ്, ശ്രീ രേണുക ഷുഗേഴ്സ്, ബാംപൂർ ഷുഗർ മിൽസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അടുത്തതായി നമ്മൾ ഏവരും ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡാണ് ബോട്ട്. ബോട്ടിന്റെ ഒക്കെ ഹെഡ്സെറ്റ് നമ്മൾ പലരും ഉപയോഗിക്കുന്നതാണ്. ബോട്ടിന്റെ IPO സെബി അംഗീകരിച്ചു കഴിഞ്ഞു. 1,500 കോടി രൂപയുടേതാണ് ഇഷ്യൂ സൈസ്. ഇഷ്യൂ സൈസിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു. 2,000 കോടി രൂപയാണ് അവർ ആദ്യം പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇഷ്യൂ സൈസ് വെറും 1,500 കോടി രൂപയാണ്. ഇനി ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ആദ്യം US മാർക്കറ്റുകൾ ഇന്നലെ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. ഡൗ ജോൺസ് 0.2% ഇടിഞ്ഞപ്പോൾ S&P 500 ഫ്ലാറ്റ് ആയിരുന്നു. നാസ്ഡാക്ക് 0.6% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. ഫെഡറൽ റിസർവ് പലിശ നിരക്ക് 25 ബേസിസ് പോയിന്റ്സ് കുറച്ചെങ്കിലും ഡിസംബറിൽ മറ്റൊരു കുറവ് അതിന് ഉറപ്പില്ലെന്ന് ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവൽ പറഞ്ഞതിനെ തുടർന്നാണ് ഡൗ ജോൺസ് ഇടിഞ്ഞത്. ഇന്നലത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് Nvidia തന്നെയായിരുന്നു. $5 ട്രില്യൺ മൂല്യമുള്ള ആദ്യത്തെ കമ്പനിയായി മാറിയതോടെ നാസ്ഡാക്ക് പുതിയ റെക്കോർഡ് ഹൈയിലെത്തി. പവലിന്റെ അഭിപ്രായങ്ങൾക്ക് ശേഷം ഡിസംബറിൽ വീണ്ടും ഫെഡ് നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകൾ വിപണികൾ കുറച്ചു. മാഗ്നിഫിസന്റ് 7 കമ്പനികളുടെ റിസൾട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ആഫ്റ്റർ ട്രേഡിംഗ് ഹവറിൽ പുറത്തു വന്ന ആൽഫബറ്റിന്റെ റിസൾട്ടിന് ശേഷം സ്റ്റോക്ക് മികച്ച നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 6% ഉയർന്നു. പക്ഷേ മെറ്റ പ്ലാറ്റ്ഫോംസ് 8% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൈക്രോസോഫ്റ്റ് ഏകദേശം 4% ഇടിഞ്ഞു. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ടെക്സൈഡിൽ ഇൻഫോസിസ് 0.06% ഇടിവിലാണ്. വിപ്രോ 0.37% ഇടിഞ്ഞു. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് ആണ് വലിയ നഷ്ടമുണ്ടാക്കിയിരിക്കുന്നത്. 8% ഇടിഞ്ഞാണ് ഉള്ളത്. കൂടാതെ ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.39% ഉയർന്നപ്പോൾ HDFC ബാങ്ക് 0.03% ഇടിവാണ് ഉണ്ടാക്കിയത്. ഫെഡറൽ റിസർവിന്റെ റേറ്റ് കട്ടിന് ശേഷം ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടാണുള്ളത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.32% ഇടിവിലാണ്. സിംഗപ്പൂർ മാർക്കറ്റ് 0.23% ഇടിവിൽ. കൂടാതെ കോസ്പി മാർക്കറ്റ് 0.20% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 26,165 എന്ന നിലയിൽ.
90 പോയിന്റ്സ് ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 70 പോയിന്റ്സിന്റെയൊക്കെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിനാണ് സാധ്യതയുള്ളത്. യൂറോപ്യൻ വിപണികളിലേക്ക് വന്നാൽ യൂറോപ്യൻ മാർക്കറ്റുകളും മിക്സഡ് ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഗോൾഡ് പ്രൈസുകളിലേക്ക് വന്നാൽ ഇന്നലെയും വലിയ ഉണർവ് കാണാനില്ല. 0.3% നേട്ടം മാത്രമാണ് സ്പോട്ട് ഗോൾഡിൽ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 89,760 രൂപയാണ്. ഓയിൽ പ്രൈസുകളിലേക്ക് US ക്രൂഡ് ഓയിലും ഇന്ധന സ്റ്റോക്ക് പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഇടിഞ്ഞതിനെ തുടർന്ന് ബുധനാഴ്ച എണ്ണ വില ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് 0.8% ഉയർന്നു. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി ആരെങ്കിലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ഇപ്പോൾ 55% ഡിസ്കൗണ്ട് ഉണ്ട്. 3 മാസത്തേക്കാണ് ഈ ഓഫർ ഉള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. വെറും 1299 രൂപ മാത്രമാണ് ഫീസായിട്ട് വരുന്നത്. ഒത്തിരിയേറെ സ്റ്റോക്കുകൾ നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ നമ്മുടെ എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്ന സ്റ്റോക്കുകൾ നമ്മുടെ ടാർഗറ്റുകൾ ഹിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഗ്രൂപ്പുകൾ സന്ദർശിക്കാവുന്നതാണ്. വാട്സപ്പ് ടെലഗ്രാം ഗ്രൂപ്പുകളുടെ ലിങ്ക് നമ്മൾ ഇവിടെ കമൻറ്റ് ബോക്സിൽ നൽകുന്നുണ്ട്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം ലാർസൻ ആൻഡ് ടുബ്രോ നെറ്റ് പ്രോഫിറ്റിൽ 16% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3,926 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. ഇനി റവന്യൂവിൽ 10% വർധനവ് വന്നിരിക്കുന്നു. 67,984 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റയിൽ 7% വർധനവും കമ്പനി രേഖപ്പെടുത്തി. പക്ഷേ ഈ റിസൾട്ട് ബ്ലൂംബർഗ് എസ്റ്റിമേറ്റുകളെ മിസ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി LIC ഹൗസിംഗ് ഫിനാൻസ് എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 2% വർധന മാത്രമാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. 1,354 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 3% വർധനവും നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിൽ 2.62% ഇടിവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 253.2% നല്ല ഒരു ശക്തമായിട്ടുള്ള വർധനവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയത്. 374.9 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 14.1% വർധനവും രേഖപ്പെടുത്തി. 7,511.8 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്ത PB ഫിൻടെക് എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ 164.6% നല്ലൊരു വർധനവ് വന്നിരിക്കുന്നു. 134.9 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 38.2% വർധനവും വന്നു. 1,613.6 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഇയർ ഓൺ ഇയറിലെ കണക്കാണ്. അടുത്ത യുണൈറ്റഡ് ബ്രിവറീസ് എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ 64.8% വലിയൊരു ഇടിവാണ് ഇപ്പോൾ യുണൈറ്റഡ് ബ്രിവറീസിൽ പ്രോഫിറ്റിലുണ്ടായിരിക്കുന്നത് ഇയർ ഓൺ ഇയറിൽ. റവന്യൂവിൽ 3% ഇടിവും വന്നിരിക്കുന്നു. അടുത്ത റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. നെറ്റ് പ്രോഫിറ്റിൽ 4.7% വർധനവ് വന്നു. 76 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 12.8% വർധനവും കമ്പനി രേഖപ്പെടുത്തി. അടുത്തതായി മറ്റൊരു കമ്പനി NTPC ഗ്രീൻ എനർജിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 130.3% ശക്തമായിട്ടുള്ള ഒരു വർധനവ് വന്നു. 87.6 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 21.5% വർധനവും കമ്പനി രേഖപ്പെടുത്തി. അടുത്തതായി സാഗ്ലിറ്റി ഇന്ത്യ എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 113.8% വർധനവാണ് വന്നിരിക്കുന്നത്. 250.8 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. റവന്യൂവിൽ 25.2% വർധനവ് വന്നു. 1,658.5 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ 53.3% ഇടിവ് വന്നു. റവന്യൂവിൽ 8.2% വർധനവും ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. ഇനി റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കാം. ITC, സിപ്ല, NTPC, ഹുണ്ടായ് മോട്ടോർ ഇന്ത്യ, സ്വിഗ്ഗി, കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ആദിത്യ ബിർള ക്യാപിറ്റൽ, അദാനി പവർ, ബന്ധൻ ബാങ്ക്, ബിർള കേബിൾ, കോറമൻഡൽ ഇന്റർനാഷണൽ, ഡാബർ ഇന്ത്യ, DLF, ഡോക്ടർ അഗർവാൾസ് ഹെൽത്ത് കെയർ, എക്സൈഡ് ഇൻഡസ്ട്രീസ്, ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്, ലോധ ഡെവലപ്പേഴ്സ്, മണപ്പുറം ഫിനാൻസ്, മോത്തിലാൽ ഓഷ്വാൾ ഫിനാൻഷ്യൽ സർവീസസ്, എംഫസിസ്, നിപ്പോൺ ഇന്ത്യ അസറ്റ് മാനേജ്മെൻറ്റ്, നവീൻ ഫ്ലോറിൻ ഇന്റർനാഷണൽ, പിഡ്ലൈറ്റ് ഇൻഡസ്ട്രീസ്, യുണൈറ്റഡ് സ്പിരിറ്റ്സ്, വെൽപ്സൺ കോർപ്പ് തുടങ്ങിയ കമ്പനികളാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് സമ്മൻ ക്യാപിറ്റൽ മാത്രമാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. ഇന്നലെ FIS 2,540 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്തത്. DIS ആവട്ടെ 5,693 രൂപയ്ക്ക് ബൈ ചെയ്തു. FISന്റെ ആക്ടിവിറ്റി പരിശോധിക്കുകയാണെങ്കിൽ ഒക്ടോബറിലെ ഏറ്റവും വലിയ സെല്ലിംഗ് തന്നെയായിരുന്നു ഇന്നലെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇനി നമുക്ക് നിഫ്റ്റിയിലേക്കും ബാങ്ക് നിഫ്റ്റിയിലേക്കും വരാം. നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 26,054 118 പോയിന്റ്സ് ഉയർന്നാണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലായിട്ടാണ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ
ചൊവ്വാഴ്ച ക്രിയേറ്റ് ആയിട്ടുള്ള ആ ഒരു ഡോജി ക്യാൻഡലിൻ്റെ മുകളിലായിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിംഗ് വെക്കാൻ ഇന്നലെ നിഫ്റ്റിക്ക് സാധിച്ചു. അതും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കൂടാതെ 26,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ടും ഒരു ക്ലോസിംഗ് വെക്കാൻ സാധിച്ചതും ഒരു പോസിറ്റീവ് ഘടകമായിട്ട് തന്നെ നമുക്ക് കാണാം. പിന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു കുറച്ച് ദിവസമായിട്ട് സൈഡ് വേസിൽ തന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ട് നിഫ്റ്റി. അതുപോലെ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്, സൈഡ് വേസിൽ തന്നെയാണ്. ഒരു ബ്രേക്ക് ഔട്ട് അപ്സൈഡിലേക്കുള്ള പോസിബിലിറ്റി ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ഏതായാലും അപ്സൈഡിൽ നമ്മൾ പറഞ്ഞ 26,135 അതുപോലെ ഓൾ ടൈം ഹൈ ലെവലൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ടുള്ള ഒരു അപ്സൈഡ് പോസിബിലിറ്റി നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഇനി നമ്മൾ പ്രധാനമായി നോക്കേണ്ടത് കഴിഞ്ഞ ആഴ്ചയിലെ ഹൈ ആയിട്ടുള്ള 26,104 ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ് ആദ്യം നമ്മൾ വാച്ച് ചെയ്യേണ്ടത്. ഇന്നലെ അതിന് അടുത്ത് വരെ എത്തിയെങ്കിലും അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഓൾ ടൈം ഹൈ ലെവൽ നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. 26,277 റെക്കോർഡ് ഹൈ ആയിട്ട് വരുന്നത്. ഇനി റെക്കോർഡ് ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ 26,400 മുതൽ 26,500 വരെയുള്ള ആ ഒരു സോണിലേക്കൊക്കെ നിഫ്റ്റി പോകാനുള്ള സാധ്യതകളുണ്ട്. ഇനി അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. 26,050 സ്ട്രൈക്കിൽ ATM സ്ട്രൈക്കിൽ 516% വർധനമാണ് പുട്ട് സൈഡിൽ കാണുന്നത്, ലോങ് ബിൽഡപ്പാണ്. 64% വർധനവ് കോൾ സൈഡിൽ കാണാം, ഷോർട്ട് ബിൽഡപ്പ്. 26,000 സ്ട്രൈക്കിൽ 129% വർധനമാണ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് ഉള്ളത്. കോൾ സൈഡിൽ വെറും ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ്, 0% മാത്രം ഒരു ചെറിയ വർധനവ് മാത്രമാണ് അവിടെ കാണിക്കുന്നത്. 26,100 സ്ട്രൈക്കിൽ 101% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്, കോൾ സൈഡിൽ 32% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നു എന്നാണ് കാണുന്നത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 26,200 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 26,000 ബാങ്ക് നിഫ്റ്റിയിലേക്ക് 58,385 171 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വന്നാൽ ഇന്നലെയും ഒരു ഗ്രീൻ ക്യാൻഡിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഫോം ആയിരിക്കുന്നത് ഡെയിലി ചാർട്ടിൽ. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ റെക്കോർഡ് ഹൈ ആയിട്ടുള്ള 58,571 ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്നലത്തെ ക്യാൻഡിലും സൂചിപ്പിക്കുന്നത് ലോവർ ലെവലിൽ നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് കാണിക്കുന്നു എന്ന് തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിക്ക് 58,400 മുതൽ 58,500 വരെയുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുണ്ട്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 58,100 മുതൽ 58,000 വരെയുള്ളത് ക്രൂഷ്യലായിട്ടുള്ള ഒരു സപ്പോർട്ട് ആവാനും സാധ്യതയുണ്ട്. അടുത്തതായി മന്ത്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ ബാങ്ക് നിഫ്റ്റിയിൽ സാധ്യതയുള്ളത് 58,500 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 58,000 ഇനി ആർക്കെങ്കിലും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.